നമ്മുടെ പുതിയൊരു ചിക്കൻ റെസിപ്പിയാണിത്. കുഴപ്പമില്ല, കുഴപ്പമില്ലാതെ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അതിന് നമ്മൾ ആദ്യമായിട്ട് ഇറച്ചി നമ്മളിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്, അത് നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട്. കളറുണ്ടായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് കുറച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ടു, ഒരു 2-3 സ്പൂണ് മുളക് പൊടി ഇടാം. അത് വല്ലാതെ ഓവറായിട്ട് എരിവ് വേണ്ടാന്നുള്ള ലെവലിലാണ് മുളക് പൊടി. ഇതൊരു 1.5 കിലോ ചിക്കനാണ്. അതിക്കൊരു 3 സ്പൂൺ മുളക് പൊടി ഇട്ടു. കുറച്ച് മല്ലിപ്പൊടി, മല്ലിയുടെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല. അത് കാരണം മല്ലിയുടെ ഒരു കുറച്ച്, പിന്നെ ഉപ്പ്, അതിന് ആവശ്യത്തിന് നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇടാവുന്നതാണ്. അങ്ങനെ അത് ഇട്ട് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഒരു ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മറ്റേ ഈ ചേരുവകളൊക്കെ അതിലൊന്ന് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. നല്ല കുഴപ്പമില്ലാത്ത മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം അടച്ചു വയ്ക്കാൻ പാകത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കട്ട് ചെയ്ത്, പിന്നെ 2-3 സവാള, കൂടുതൽ വേണ്ട, 2-3 സവാള, ഒരു തക്കാളി, ചെറുതാണെങ്കിൽ 2 തക്കാളി മതി. ഇല്ലെങ്കിൽ ടേസ്റ്റ് വെച്ചത് നമ്മൾ ഉരുളിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൽ എണ്ണ വെച്ച് ഉള്ളി ഒന്നിട്ടിട്ട് ഒന്നിങ്ങനെ ചൂടാക്കി ഒന്നിങ്ങനെ വഴറ്റിയതിന് ശേഷം വഴറ്റുക. ഒന്ന് ഫുള്ളായിട്ട് അങ്ങനെ ബ്രൗൺ കളറാവുന്നതൊന്നും നമ്മൾ നോക്കണ്ട. പിന്നെ കുറച്ച് തക്കാളി അതിലിട്ടിട്ട് ഒന്നിങ്ങനെ ഇതാക്കുന്ന ലെവലില്ല, അതായത് ഫുള്ള് എടുക്കണം എന്നില്ല. അതിൻ്റെ ഒരു ലെവലിൽ അങ്ങനെ നമ്മൾ ചെയ്യാണ്. കാരണം വെച്ചാൽ അതിലേക്ക് പിന്നെ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചിട്ടൊന്നുമില്ല, നമ്മൾ ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇറക്കി കടിക്കുക. മറ്റേത് കണക്ക് അങ്ങനെ ഇതായിട്ട് ചതയ്ക്കുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ നീരൊക്കെ അതിൽ പോകും. ഇതാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പോവില്ല. അപ്പോൾ അത് കൂടെ വെന്തിട്ട് അങ്ങനെ ആയി വരും. അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ നമ്മൾ ഉപ്പ് ലേശം ഇട്ടു, കാരണം വെച്ചാൽ മസാലയ്ക്കുള്ള ഈ ഉള്ളിക്കുള്ള ഇതായിട്ടുണ്ടാവില്ല. അത് കാരണം കുറച്ച് ഉപ്പിട്ട് പിന്നെ നമ്മൾ മസാല വരച്ച് വെച്ച ചിക്കൻ ഇത് ഇട്ടു. പിന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം, കൂടുതൽ വെള്ളം വേണ്ട. നമ്മൾ കുറച്ച് വെള്ളം കുറച്ചായിട്ട് ഇതിൽ എന്തായാലും ഇത് വെള്ളം വരും, ചിക്കനാവുന്നത് ഒന്ന് വെള്ളം വരും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മളിത് ഒന്ന് അടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ ഒന്ന് കത്തിച്ചിട്ട് കത്തിച്ചിട്ട് ഒന്ന് അപ്പോൾ കുറച്ച് ആവശ്യത്തിൽ അധികം വെള്ളം ഉണ്ടതിൽ. ഇനി നമ്മളിതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. കാരണം വെച്ചാൽ വല്ലാതെ അങ്ങനെ മറ്റേ കറി ടൈപ്പിലല്ല, ഇന്ന കറി വേണം. പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് മതി. കാരണം വെച്ചാൽ വല്ലാതെ ഓവറായിട്ട് അതിൻ്റെ കുത്ത് വരണ്ട രീതിയിൽ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കാരണം വെച്ചാൽ കുരുമുളക് ഇപ്പം നല്ലതാണ്. കുറച്ച് കുരുമുളക് പൊടി, അതിൻ്റെ ഒരു മണം, പിന്നെ അതിൻ്റെ ഗുണം മറ്റേ മുളകിനേക്കാൾ ഗുണം കൂടുതലാണല്ലോ. അതിൻ്റെ ഒരു ഇതിൽ നമ്മളൊന്ന് ഇളക്കിയിട്ട് ഇളക്കി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇളക്കിയതാണ്, ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഫുള്ള് വേണമെങ്കിൽ ഡ്രൈ ആക്കാം. പക്ഷെ നമ്മൾ കുറച്ചൊരു ഗ്രേവി ഉണ്ടായിക്കോട്ടെ എന്നുള്ള ലെവലിൽ ആണിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ സംഭവം ചിക്കനൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞ് അപ്പോൾ നോക്കുമ്പോൾ വെന്തുക്കണം. അത് നമ്മൾ കുറച്ച് കരിവേപ്പില ഇത് ഇട്ടിട്ട് ഒന്ന് നൈസായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ സാധനം തയ്യാറായി കഴിഞ്ഞു. നമ്മൾ നല്ല ഡ്രൈ ആക്കണമെങ്കിൽ ആക്കാമായിരുന്നു. പക്ഷെ നമ്മൾ ചെറിയൊരു ഗ്രേവി ടൈപ്പാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്.